ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സെറാഡൂറ പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഗോവൻ ഡെസേർട്ടാണിത്. ഇതിന് കുക്കിങ്ങിൻ്റെയോ ബേക്കിങ്ങിൻ്റെയോ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഇഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മാഗ്. നമ്മുടെ ഈ പുഡിംഗ് ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ മാരി ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. 250 ഗ്രാം തൂക്കമുണ്ട്. ഏകദേശം ഒരു 60 എണ്ണമൊക്കെ വരും കേട്ടോ. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അതിന് ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് ഒടിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. 4-5 പ്രാവശ്യം പൾസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരു സോഡസ്റ്റ് പരുവത്തിൽ കിട്ടണം, അതായത് അറക്കപ്പൊടിയുടെ പരുവത്തിൽ. അത് കാരണം തന്നെ ഈ പുഡിങ്ങിനെ സോഡസ്റ്റ് പുഡിംഗ് എന്നും പറയാറുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത്. ഇതുപോലെ ബാക്കിയുള്ള ബിസ്ക്കറ്റും പൊടിച്ചെടുക്കാം. ഇനി വിപ്പിംഗ് ക്രീമും മറ്റും ബീറ്റ് ചെയ്തെടുക്കണം. ഒരു ബൗളിലേക്ക് അളവ് കപ്പിന് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കാം. നല്ല തണുത്ത വിപ്പിംഗ് ക്രീമാണ്, ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തതാണിത്. ഒരു ബീറ്റർ വെച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ലോ സ്പീഡിൽ തുടങ്ങി ഗ്രാജുവലി സ്പീഡ് കൂട്ടി കൊണ്ടുവരണം. ഒത്തിരി അങ്ങ് സ്റ്റിഫ് ആകണ്ട, ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്താൽ മതി കേട്ടോ. എല്ലാം ഒന്ന് കമ്പൈനായി കിട്ടിയാൽ മതി. നമ്മളെടുക്കുന്ന വിപ്പിംഗ് ക്രീമിൻ്റെ മധുരത്തിനനുസരിച്ച് ഇതിലേക്ക് ചേർക്കുന്ന കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തണേ. ചില വിപ്പിംഗ് ക്രീമിന് നല്ല മധുരം ഉണ്ടാകും, ചിലതിന് അത്ര മധുരം കാണില്ല. അതുകൊണ്ട് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കുക. സ്പാറ്റുല വെച്ചും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ചെറുതായിട്ടൊന്ന് ലൂസാകും കേട്ടോ. ഇതിനി നമുക്കൊരു പൈപ്പിംഗ് പായിലേക്ക് നിറച്ചെടുക്കണം. പൈപ്പിംഗ് പായിലാണെങ്കിൽ പുഡിങ് സെറ്റ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സ്പൂണിലെടുത്താലും മതി. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു ബൗളിലാണ് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ബൗളിലോ ഗ്ലാസ്സിലോ മറ്റും സെറ്റ് ചെയ്തെടുത്താൽ മതി. ആദ്യം ബിസ്ക്കറ്റ് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂണൊക്കെ ചേർക്കാം കേട്ടോ. ഇനി സ്പൂൺ വെച്ച് ഇതൊന്ന് പ്രസ് ചെയ്ത് ലെവലാക്കി എടുക്കണം. ഇതിന് മുകളിലേക്ക് ഒരു ലെയർ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. ഇതും ഒന്ന് ലെവലാക്കി എടുക്കണം. ബിസ്ക്കറ്റ് പൊടിയുടെയും വിപ്പിംഗ് ക്രീമിൻ്റെയും തിക്നെസ് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്താൽ മതി. ഇതുപോലെ ബിസ്ക്കറ്റ് പൊടിയും വിപ്പിംഗ് ക്രീമും ഓരോന്നായി മാറി മാറി അടുക്കി ബൗളിൻ്റെ ഹൈറ്റിനനുസരിച്ച് സെറ്റ് ചെയ്തെടുക്കണം. അവസാനം ഏറ്റവും മുകളിൽ കുറച്ച് ബിസ്ക്കറ്റ് പൊടി തൂക്കി വിപ്പിംഗ് ക്രീമും ചെറിയും വെച്ച് ഗാർണിഷ് ചെയ്യാം. ഈ ഒരളവിൽ ഇങ്ങനെ 6 ബൗളിൽ പുഡിങ് റെഡിയാക്കാൻ സാധിക്കും. ഇനി ഇത് തണുത്ത് നന്നായി സെറ്റായി കിട്ടുന്നതിന് വേണ്ടി 6 മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും വെക്കണേ. ഞാനിവിടെ 6 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ പുഡിങ് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും ഇഷ്ടപ്പെടും. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടാണിത്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.